ഏറെ വൈകാരികമായ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ വന്നു നിന്ന ആളുകൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില ഒരിക്കൽ കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജോഷില, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം അത്രയേറെ ആളുകളാണ് ഇവിടെ നിന്നും കണ്ണാടിക്കൽ വരെയുള്ള സ്ഥലം വരെ ഏകദേശം 1.5 കിലോമീറ്റർ വരും. ആ സ്ഥലം വരെ രണ്ട് ഭാഗത്തായി ആളുകൾ നിരന്നു നിൽക്കുകയാണ്. അവരെല്ലാം തന്നെ ഈ മൃതദേഹം അതല്ലെങ്കിൽ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നവരാണ്. ആ ഒരു തിരക്ക് അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ മുഴുവനായി ഈ ഒരു സ്ഥലം ഉൾക്കൊള്ളുമോ എന്നറിയില്ല. അത്രയേറെ സമയം കിട്ടുമോ എന്നും പറയാനാവില്ല. ഏകദേശം 1 മണിക്കൂറാണ് പൊതു ദർശനത്തിനായി മാറ്റിവെച്ചത്. ആ മണിക്കൂറിനുള്ളിൽ ഇത്രയേറെ ആളുകൾക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ പോലും വീട്ടുമുറ്റത്തെ ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നു. വീട്ടുമുറ്റത്തെ ജനക്കൂട്ടത്തെ ഒരു ഭാഗത്തുള്ള ജനക്കൂട്ടത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു നിരയിൽ നിൽക്കുന്ന രണ്ട് ഭാഗത്തുമായി നിൽക്കുന്ന ആളുകൾക്കാണ് അർജുനെ അവസാനമായി കാണാനുള്ള അവസരമുള്ളത്. അത് കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ്. വളരെയേറെ തത്രപ്പെടുന്ന സമയങ്ങളായിരുന്നു ഈ സമയത്തൊക്കെ തന്നെ. എന്നാൽ പോലും അത് കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് സാധിച്ചു. അത്രയേറെ ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാനായി അവസാനമായി എത്തിച്ചേർന്നിട്ടുണ്ട്. നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു നേരത്തെ. എന്തായാലും കേരളം ഹൃദയത്തോട് ചേർത്ത അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് കേരളം അർജുൻ്റെ കുടുംബത്തിന് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത്. അർജുൻ്റെ കുടുംബത്തെ ആകെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് അത് ഏറ്റവും ആശ്വാസകരമായ കേരളത്തിനൊക്കെ തന്നെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ 3-4 മണിക്കൂറുകളായി അർജുൻ്റെ വീട്ടുമുറ്റത്തും 3-4 മണിക്കൂറുകളായി എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 25-ാം തീയതി അർജുൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്ന് പറഞ്ഞത് മുതൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ജനങ്ങളുണ്ട്. അർജുൻ്റെ കുടുംബത്തെ കാണുന്ന ജനങ്ങളുണ്ട്. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ്റെ വീട്ടിൽ അർജുൻ്റെ അമ്മയുണ്ട്. ഏറ്റവും പ്രതീക്ഷയായിരുന്ന മകൻ നഷ്ടപ്പെട്ട് കഴിയുന്ന അച്ഛനും അമ്മയും. അവരെയൊക്കെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ സാധ്യമല്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു നൽകാനാവില്ല. എന്നാൽ പോലും കൂടെയുണ്ട് എന്നുള്ള ഒരു ആശ്വാസവാക്ക് അത് മാത്രം മതിയാകും ഒരുപക്ഷെ മനുഷ്യനെ അതിജീവിക്കാൻ. അവരെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് കേരളത്തിന് സാധ്യമായിരിക്കുന്നു. ഇത്രയേറെ ദിവസങ്ങൾ 75 ദിവസങ്ങൾ പിന്നിടുമ്പോഴും വളരെ മനസാന്നിധ്യത്തോടുകൂടി കുടുംബം ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് കേരളം അവർക്ക് നൽകിയ ഒരു ആദരവിൻ്റെ അല്ലെങ്കിൽ ഒരു പരിഗണനയുടെ ഭാഗം തന്നെയാണ്. 8-ാം തീയതി ഇവിടെ നിന്നും പുറപ്പെട്ട മകൻ വേഗം തന്നെ തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിറങ്ങിയ മകൻ ഇതുവരെ തിരിച്ചെത്തിയില്ല. അവസാനമായി തിരിച്ചെത്തിയത് ചലനമറ്റ ശരീരമായിട്ടാണ്. അതുവരെ മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നിട്ട് പോലും പിന്നീട് ആ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ മകനെ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ അവസാനമായി എന്തെങ്കിലും ഒരു തെളിവ്, മകൻ്റെ ഒരു തെളിവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച കുടുംബം, ആ കുടുംബത്തിൻ്റെ മുന്നിലേക്കാണ് ചേതനയറ്റ ശരീരമായി അർജുൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ മാത്രമല്ല ആ നാട്ടുകാരുടെയും സൗഹൃദങ്ങളുടെയും ഇടയിലേക്ക് വളരെ വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് അർജുൻ്റെ ചേതനയറ്റ ശരീരം കടന്നു വന്നത്. ആളുകൾ ഒരു ഭാഗത്ത്, അത്രയേറെ സ്ത്രീകൾ മറ്റൊരു ഭാഗത്തും കാത്തിരിക്കുന്നുണ്ട്. വീടിൻ്റെ പിന്നിലേക്കുള്ള ഒരു നീണ്ട നിര, സ്ത്രീകളുടെ ഒരു നീണ്ട നിര കാണാം. അതേസമയം തന്നെ വീട്ടുമുറ്റം മുതൽ കണ്ണാടിക്കൽ വരെ നീണ്ടു നിൽക്കുന്ന ജനക്കൂട്ടം ഉണ്ട്. അവരൊക്കെ തന്നെ ഏകദേശം 11 മണിയാകുമ്പോൾ ഇവർക്കെല്ലാം തന്നെ ഒരു നോക്ക് കണ്ട് മാറി നിൽക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹത്തിൻ്റെ സംസ്കാരം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് അധികൃതരുമുള്ളത്.